നമ്മള് മാൽബ്രോയ്ക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. സെറ്റാക്കി പെണ്ണ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവും. അച്ഛാ ഗൈസ്, നമ്മുടെ ടൂർണമെന്റ് നടക്കാൻ ടൈം ആയിരിക്കുകയാണ്. നമ്മളെ ഒരു ടീമേറ്റ് ഇവിടെ ഉണ്ടോ? ഡാനോ ബൈ, are we gonna win this game? Of course. Yes. Yeah, you have Dynamo in your team. Don't worry. Of course, I will carry you. Don't worry. Sure. നിങ്ങളുടെ ടീം മോട്ടല്ലേ? He is the team captain. Yes. Say hi to vlog Payal. മലയാളി പൊളിയാണ്. Malbro, Payal Tiger, Naira Gaming and Dynamo Gaming coming up on the biggest live stream. पायल की बात करें, एक बहुत बेहतरीन एंट्री सर्कल के अंदर मालब्रो तैयार हैं, वो बस कोशिश कर रहे हैं कि कैसे भी पायल को समाप्त किया जाए. മേളിലൊക്കെ ആക്ച്വലി ഷീസ് ആൻ ആക്ടർ. എന്നെ സിനിമയിൽ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറ്റില്ല, സോറി, ടൈമില്ല. നമ്മള് ലാസ്റ്റ് ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു അരമണിക്കൂർ മുന്നല്ലേ? ചുമ്മാ ഇതൊക്കെ വെറും ജോയ്. ഡൈനാമോ ഒന്നും ഈ പരിസരത്ത് പോലും ഇല്ല. ഓ ജോൺ അവന്റെ മാമനാണ് ജോൺ. നിങ്ങളിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഓ ഹായ് മാൽബ്രോ, ബിഗ് ഫാൻ. അപ്പോൾ S24 അൾട്രയുടെ ലോഞ്ച് ഇവൻറ്റിന് വന്നേക്കുവാണ്. ഫോൺ ആക്ച്വലി ഒരു ഡ്രോണിലൊക്കെ ആയിട്ട് അവർ കൊണ്ടുവന്ന് വെച്ച് ആ സീനൊക്കെ നമ്മൾ കാണുന്നതാണ്. ബട്ട് അതിന് മുന്നേ നമ്മൾ ഇവിടെ എങ്ങനെ എത്തി നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലാണ് വന്ന് പെട്ടത്. ആദ്യം തന്നെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. അവിടെ വെറും 2 രൂപയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റി ഉണ്ട് ഗൈസ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് വ്യൂവും കാണാം. പ്ലെയിൻ പൊങ്ങിയും താന്നും പോണതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഏത് ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ പോണ ഫുഡ് ഇതാണ്, സോസേജ് ആൻഡ് ഓംലെറ്റ്. ആൻഡ് വെരി കോസ്റ്റ്ലി ഫുഡ്, റിച്ച് പീപ്പിൾ. പ്രോപ്പർ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആർക്കും 2 രൂപയ്ക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. സോ ആരും മിസ് ഔട്ട് ആക്കരുത്. ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ മിക്ക എയർപോർട്ടിലും ഉണ്ട്. ബട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു ക്യാപ്പിച്ചൂനോ നമ്മൾ അങ്ങോട്ട് ഓർഡർ പോയി എടുക്കേണ്ടി വന്നു. ക്യാപ്പിച്ചൂനയാണോ ചേനയാണോ എന്തായാലും ആ ചേന നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും 2 രൂപയ്ക്ക് ഗൈസ്. കോസ്റ്റ്ലി ഫുഡ്, റിച്ച് പീപ്പിൾ. അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഒരു പ്ലെയിൻ്റെ വീൽ മാറ്റം നടക്കുന്നത്. പക്ഷേ അത് വീൽ മാറ്റം അല്ലായിരുന്നു. ആക്ച്വലി വീല് ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ആക്ച്വലി വീല് ലോക്ക് ചെയ്തതിന് ശേഷം ആണ് പ്ലെയിൻ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ലോക്ക് ചെയ്തതിന് ശേഷമാണ് ആ ഡോക്കിംഗ് സിസ്റ്റം ഓപ്പൺ ആവുന്നത്. കണക്ട് ആ ബ്രിഡ്ജ് കൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സിസ്റ്റമാണ് അത് കണക്ട് ചെയ്യണമെങ്കിൽ പ്ലെയിൻ സേഫ് ആയിട്ട് ലോക്ക് ആയിരിക്കണം. ഫ്ലൈറ്റ് സിമുലേറ്റർ കളിച്ചുകൊണ്ട് നമുക്കിതെല്ലാം അറിയാം. സോ നമ്മുടെ പ്ലെയിൻ ബോർഡ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ നമുക്ക് പോയാലോ? അങ്ങനെ ഒരു ഉച്ചരായപ്പോൾ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നാളെ ഒന്നും പറയാനല്ല, ഇവിടെ ഊട്ടിക്കാത്ത തണുപ്പ്. ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെയും ഫ്രീ ഫുഡ് ഉണ്ടെന്ന്. ഗൈസ്, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്ന് നോക്കി. കേശാർ ഫിർമി, പേര് കെട്ട എന്തോ സാധനമാണ്. ക്ലാസിക് ബ്ലാക്ക് ഫോറസ്റ്റ്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് പേര് മാറ്റി എഴുതിയിരിക്കുക. കൊള്ളാം. ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ, നമ്മൾ ഷുഗർ കഴിക്കത്തില്ല. സോറി മാൻ. ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമ്മൾ അതേതാ കൊച്ചി അവിടെ ഇരിക്കട്ടുള്ളൂ. Why I'm playing games? that is super amazing. मेरे को पता ही नहीं है मैं क्यों खेल रही हूँ, but I'm playing. Just play. Yeah. I'm not that much good at competitive games. Mainly focuses on story games and other simple multiplayer. 8-bit beast സെറ്റാക്കി പെണ്ണ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവും. അച്ഛാ ഗൈസ്, വളരെ വിജൃംഭിച്ച സ്ഥലം. നമുക്ക് വേണ്ടി മാത്രം ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്താ. കണ്ട ഫുഡ് കണ്ടപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു വിശപ്പ് വന്നിരിക്കുന്നു. ആവാലോ ആവാം.
അങ്ങനെ നമ്മൾ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. റൂമിൽ കയറി വന്നപ്പോൾ തന്നെ ബാത്റൂം. എനിക്കൊന്ന് കുളിച്ചിട്ട് കയറാനുള്ള സൂചനയാണെന്ന് തോന്നുന്നു. ഇവിടെ റൂമറി എന്ത് ബാത്റൂമോ അതോ ബെഡ്റൂമോ? എനിക്കൊന്ന് അങ്ങനെ തുറന്ന് ബെഡ്റൂമിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. നേരെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂത്രം കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിയോണേ. GTA 5 ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ഷൂ ആണ് ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. വളരെ വിജൃംഭിച്ചൊരു റൂമായിരുന്നു. ആൻഡ് ഓൾസോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇവിടുത്തെ ഈ ഒരു വ്യൂ ആണ്. എയർപോർട്ടിലേക്കുള്ളൊരു കിടലൻ വ്യൂ. ഇതെല്ലാവർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു വ്യൂ സെലക്ടഡ് റൂംസിന് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് ഭാഗ്യമുണ്ട്. ഏത് അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഡ്രോവർ തുറന്ന് നോക്കിയപ്പോൾ അവിടെയും ഫുഡ്. ഏത് ആവാലോ ആവാം. It's time to party, boys. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവൻറ്റിൻ്റെ സമയമായിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. അതാണ് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് പോലത്തെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയേ, കൊള്ളാല്ലേ, എറിച്ച് നിൽപ്പുണ്ട്. അവന്മാരെ കണ്ണടിച്ചു പോകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യാസ് ലാർജസ്റ്റ് കൺവെൻഷൻ സെൻ്ററായ യശഭൂമി കൺവെൻഷൻ സെൻറ്റർ ആൻഡ് എക്സ്പോ സെൻറ്ററിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ചെറുതായിട്ട് തണുക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. അതകത്തെല്ലാം മാറി എന്തിനാ ഗൈസ്? നമ്മള് ഈവന്റ് നടക്കുന്ന ലൊക്കേഷന് വന്നിട്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒട്ടുക്കത്തെ തണുപ്പാണ്. വച്ചാൽ നോക്കി, ഇതൊരു പ്ലെയിൻ, തലക്ക് മേലെ കൂടി ഒരു പ്ലെയിൻ ഗൈസ്. അത് കിട്ടുമോ? ഇതാണ് നമ്മുടെ സ്ഥലം. ഞാൻ ആദ്യം ഇത്രയും ഒരു കൺവെൻഷൻ സെന്റർ കാണുന്നേ. പ്ലെയിൻ. അങ്ങനെ നമ്മുടെ ഇത് ഏത് കൺവെൻഷൻ സെന്ററാടാ? ഏതോ ഒരു കൺവെൻഷൻ സെന്റർ. നമ്മുടെ പേര് ഒന്ന് ഗൈസ്. ഹായ് ബ്രദർ, I am from Kerala actually. Okay. Yeah. I'm a big fan of you. Thank you. Okay, vlog. Yes, vlog. See you later. Yes, sir. ജോണതനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് അകത്ത് ചെന്നപ്പോൾ വീണ്ടും ഫുഡ് ഗൈസ്. ഒന്നും പറയാനില്ല, എവിടെ നോക്കിയാലും ഫുഡ്. ആവാലോ ആവാം. ഇനി S24 അൾട്രയുടെ ലോഞ്ച് ഇവൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. S24 അൾട്ര മാത്രമല്ല, ഗാലക്സി AI ആണ് ഫസ്റ്റ് ലോഞ്ച് ആയത്. Galaxy believes the next big thing is you. Me. ആൻഡ് നമ്മുടെ ഫോൺ ആക്ച്വലി ഒരു ഡ്രോണിലേക്കാണ് കൊണ്ട് അവിടെ വെച്ചത്. ഇതാണ് നമ്മുടെ S24 അൾട്രയുടെ ടൈറ്റാനിയം ഗ്രേ വെർഷൻ. ആൻഡ് ഇതാണ് ടൈറ്റാനിയം പർപ്പിൾ. ഫസ്റ്റ് ഇതിനകത്തൊരു കിടലം ഫീച്ചർ നമുക്ക് നോക്കിയല്ലോ, സർക്കിൾ ടു സെർച്ച് എന്നാണ് പേര്. അതായത് ഏത് ഫോട്ടോയും വീഡിയോ ആയിക്കോട്ടെ നമുക്കിതുപോലെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയുണ്ട് തണുപ്പ്? ഇവിടെ ഒരാൾ തണുപ്പും പറിച്ചൊക്കെ ഇരിക്കണം കഴിച്ച്. നമുക്ക് തണുപ്പൊന്നുമില്ല. രാത്രി 2 മണിക്ക് ഡൽഹി. ഓ, നമ്മൾ നേരത്തെ കണ്ട ബിൽഡിംഗ് നോക്കി. മേളിലൊക്കെ ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇവിടെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം ആയിരിക്കണം. ഞാനാണെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നു. ഇവിടെ ഫുഡൊക്കെ കുറച്ച് അറേഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ നോക്കിയാലോ. ഇതൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്തണോ എന്ന് അറിയത്തില്ല. ബട്ട് എന്താണെങ്കിലും ഇവിടെ കുറേ പേരൊക്കെ വ്ളോഗ് എടുക്കുന്നത് കണ്ടു. സോ ഇത് നമ്മുടെ ഗാലക്സിയുടെ ഡ്രസ്സാണോ. ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു ടൂർണമെൻ്റൊക്കെ ഉണ്ടാവും. സോ അതിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും നോക്കാം. ഇവിടെ കുറേ ഐറ്റം ഉണ്ട്. ഇവിടെ ഇതൊക്കെ എന്താ നട്ട്സ് അല്ലോ, പംകിൻസ്, ചിയ സീഡ്സ്. ഇത് ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നതാണോ. ഇത് ആമസോണിലൊക്കെ കിട്ടും. ഞാൻ അവർ മേടിച്ചായിരുന്നു. കാരണം എന്താ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. മസാല ദോശ. ഹായ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നേരെ റൂമിലോട്ട് പോകുന്നു. നല്ല വ്യൂ ആണ് ഇവിടെ, എയർപോർട്ടിലേക്കുള്ള വ്യൂ. അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. എനിവേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡേ 2 ആണ്. ഡേ 2 BGMI ടൂർണമെൻറ്റ്, അതാണ് മെയിൻ പരിപാടി. സോ അതിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടേക്കണം. ഓക്കെ, ഗാലക്സി, ടീം ഗാലക്സി. സോ ഇനി എൻ്റെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമോയാണ്. പുള്ളിക്കാരൻ കാല് പിടിച്ച് പറഞ്ഞു പുള്ളിയുടെ ടീമിൽ ഗേറ്റാവുന്നു. ഞാൻ പിന്നെ മുൻകാല പ്ലെയർ ആണല്ലോ. പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകിച്ച് പുള്ളി ഒരു എമുലേറ്റർ പ്ലെയർ ആയിരുന്നു. ഞാനും പുള്ളിയുടെ ഇൻസ്പയറായി വന്ന ഒരാളാണ്. പുള്ളിയുടെ സ്ട്രീം കണ്ടിട്ടാണ് ഞാനും സ്ട്രീമൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് എന്തൊരു കണക്ഷൻ. എനിവേ കണ്ടറിയാം. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വേറെ ഓടേണ്ടി വരും. നമുക്കൊക്കെ നമ്മൾ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പ്. കാരണം നമുക്ക് എഗെയിൻസ്റ്റ് ഒക്കെ വരുന്നത് സ്ട്രോങ് പ്ലേയേഴ്സ് ആണ്. ജോണതൻ ടീമുണ്ട്, മോർട്ടലുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇറ്റ്സ് എ ഗെയിം, ഒരു ഫണ്ണിന് വേണ്ടി കളിക്കുന്നതാണ്. ബട്ട് എന്നാലും നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് എല്ലാ കളികളും കളിക്കുന്നത്. ഫിൽറ്റർ ഒന്നുമില്ല, നാച്ചുറൽ. അവൾക്കറിയാം അവളുടെ ഫേസ്. അപ്പോൾ ഇനി ഈവെൻറ്റിലേക്കുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇന്ന് ഈവെൻറ്റ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോകും. ഇവിടെ വന്നിരുന്നപ്പോൾ കുറച്ച് ഫാൻ ഗേൾസിനെ കണ്ട് ഗൈസ്. ചുമ്മാ ഇരിക്കുമായിരുന്നു ഇവിടെ വന്നിരുന്നത്. ആരെന്ന് അറിയത്തില്ല. അറിയോ ഇത് ആർക്കും? മാൽമറോ? ആരാ മനസ്സിലായില്ല. ഫാനാണോ? അതല്ല, കുട്ടി ആരാണ്? ഓ, നൈസ് ടു മീറ്റ് യു. എനിക്ക് രാവിലെ ഒരു 500 രൂപ തന്നിട്ട് ഇത് ലോബി വന്നിട്ട് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് സീരിയസ്ലി എനിക്ക് അറിയത്തില്ല കേട്ടോ കുട്ടികളാണ്. ഓ, അടുത്ത ഫാൻ. താങ്ക് യു ബ്രോ. കേരള യൂട്യൂബർ. ഹായ്. ടീമിന്റെ പേര് മോട്ടലിലൂടെ കളിക്കുന്നത് ഗൈസ്. മോട്ടലിന് വേണ്ടി ഇറക്കിയ ആളാണ്. മോട്ടലിനെ ജയിപ്പിക്കാൻ വേണ്ടി. അതെ, കേരളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഒന്നും നോക്കിയില്ല, പൈസ ആരും ഇറങ്ങി. 10-500 ഒക്കെ നമുക്ക് വെറുതെ എറിഞ്ഞു കൊടുത്തില്ല. നമ്മൾ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും അല്ലേ? ഞാൻ വേറെ ടീമാ. ഞാൻ വേറെ ടീമാ. നീ എന്തായാലും തോന്നും. ഞാൻ പോകുന്നത് തന്നെ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ ചിയറപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അറിയാവുന്നവര് കളിച്ചോളൂ. നമ്മള് ഡൈനാമോ ഉള്ളി അറിയാലോ, ജയിക്കും. കാണാം. Your shirt and your jacket are on the same palette. You're wearing pastels on your bottoms. കുട്ടി പറഞ്ഞ നമ്മൾ ഇഷ്ടമായെന്നാണ് അല്ലേ? Sorry, my voice is all gone, so I probably sound like a frog right now. Actually, she's an actor. എന്നെ സിനിമയിൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാണാം. മോഹൻലാലിന്റെ കൂടെ അടുത്ത സിനിമ ചെയ്യും. പറ്റില്ല, സോറി, ടൈം ഇല്ല. സമയം ഡേറ്റ്സ് കിട്ടില്ല. ഡേറ്റ്സ് കിട്ടില്ല. ഗെയിം കളിക്കാനുണ്ട്. സോറി. ഇനി മുന്നേ അഭിനയിച്ച വരണേ ആവശ്യമുണ്ട്. വരനെ ആവശ്യമുണ്ട്. ഉണ്ടോ? ഇല്ല. ഗൈസ്, ഇവിടെ ടൂർണമെന്റ് നടക്കാൻ ടൈം ആയിരിക്കുകയാണ്. നമ്മളെ ഒരു ടീമേറ്റ് ഇവിടെ ഉണ്ടോ? ഡൈനോ ബൈ, are we gonna win this game? Of course. Yes. Yeah, you have Dynamo in your team. Don't worry. Of course, I will carry you. Don't worry. Nah, sure. Say hi to vlog Payal. Tell me something in your language and I'll repeat it. മലയാളി പൊളിയാടാ. മലയാളി പൊളിയാലോ? അതെന്തോ വന്നിട്ടുണ്ട്. മലയാളി പൊളിയാടാ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എനിവേ, നമ്മൾ ഇവന്റ് നടക്കുന്ന ഏരിയ തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഫുഡ് കഴിച്ച്. സോ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി തുടങ്ങിയാലോ? അതെ, നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു അരമണിക്കൂർ മുന്നല്ലേ? കൊള്ളാം. ഹായ് മാൽബ്രോ. ഇരുന്നില്ല. മാൽബ്രോ ഇപ്പോൾ സൂപ്പ് ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒടുക്കത്തെ പോസാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളായിരിക്കും അടിപൊളി സൂപ്പാണെന്ന്. വെറുതെ ഇന്നലെ കുടിച്ച സൂപ്പ് അവിടുത്തെ ബംഗാളിയുടെ മുടി കരിഞ്ഞതായിരുന്നു.
ചുമ്മാ ഇതൊക്കെ വെറും ജോയ്. ഡൈനാമോ ഒന്നും ഈ പരിസരത്ത് പോലും ഇല്ല. ഓ ജോൺ അവന്റെ മാമനാണ് ജോൺ. ബിഗ് ഫാൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളെ കാശ് കൊടുത്ത് ആരെങ്കിലും നിർത്തണ. ഡൈനാമോനോട് പറയട്ടെ. നിങ്ങളോട് ഇരിപ്പുണ്ടായിരുന്നോ? ഓ ഹായ് മാൽബ്രോ, ബിഗ് ഫാൻ. ആ ഫുഡ് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല. ഓക്കെ. ഓ എന്നും സൂപ്പാണോ കുടിക്കുന്നത്? ഞാൻ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. കഞ്ഞിവെള്ളം അമ്മ തലവഴി കോരി കഴിച്ചാണ് പിള്ളേ എഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ പലതും പറയും. ഇവിടെ ഫുള്ള് മാൽബ്രോന്റെ ഫാൻസ് ആണ്. എങ്ങനെ വന്നു നമുക്കറിയത്തില്ല അല്ലേ? ഐ തിങ്ക് വണ്ടി പിടിച്ചായിരിക്കണം വന്നത്. ഓ ഞങ്ങളൊക്കെ നടന്നാണല്ലോ വന്നത് പിന്നെ കേരളത്തിൽ നിന്ന്. ഇമ്മാതൊരു സാധനമൊക്കെ വെറും ചോയാണ്. വെറും ചോയ്. സൂപ്പ് ഒന്ന് ട്രൈ ചെയ്താണ്. ഇവിടുത്തെ സൂപ്പ് സാമ്പാറാണ്. ആക്ച്വലി വെജിറ്റബിൾ സൂപ്പാണ് തന്നത്. ഇന്നലെ കുടിച്ച സൂപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? ചിക്കൻ സൂപ്പായിരുന്നു നമ്മൾ പറഞ്ഞത്. ചിക്കൻ ക്രീം ഓഫ് ചിക്കൻ. എന്നിട്ട് അവര് ഏതോ ക്രീം മാത്രം കൊണ്ട് തന്നു. അല്ല, ക്രീമിനകത്ത് ഇവിടുത്തെ ഏതോ ഉണ്ടാക്കിയ ചേട്ടനെ മുടി കരിച്ചു കൊണ്ട് തന്നു. സത്യം ഏതോ കരിഞ്ഞ മണമൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഇവിടുത്തെ ഡിഷ് ആയിരിക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. യാ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡിഷ് ഫ്രം മേളോക്ക. എനിക്ക് നമ്മൾ എന്തോ ഒരു വെഡിങ് പാർട്ടിയിൽ വന്നൊരു ഫീൽ ഇടുന്നുണ്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ടൂർണമെന്റ് കളിക്കാൻ പോകണം. ഇല്ല എനിക്ക് നീയല്ലേ പറഞ്ഞത് അത്യാവശ്യം കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഞാൻ ഒരു 2020 ഞാൻ BGMI മാത്രം ടൂർണമെന്റ് മാത്രമേ കളിക്കത്തുള്ളായിരുന്നു. ഇപ്പം റിട്ടയർഡ് ആയതിന്റെ ചെറിയൊരു ഭയം. പിന്നെ ജോനാഥനൊക്കെ അല്ലേ ഓപ്പോസിറ്റ്, നമുക്ക് തോപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ടീം മോട്ടൽ ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ Marlboro, Kyle Tiger, Nairo Gaming and Dynamo Gaming coming up on the biggest live stream tournament ever. BGMI ഈവന്റ് നടക്കാൻ പോകട്ടോ. നമ്മുടെ തൊട്ടടുത്ത് ആരായിരിക്കണം നോക്കിയേ. ഡൈനാമോ നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. സേ ഹായ് ടു ബ്രോ. സേ ഹായ് ബ്രോ. സോ നടക്കാൻ ടൈം ആയിരിക്കും, ഓൾമോസ്റ്റ് ടൈം ആയിരിക്കും. S24 അൾട്രയിലാണ് നമ്മൾ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നത്. കോസ്റ്റ് പ്ലേ ടീം വന്നിരിക്കുകയാണ്. എടാ അത് മറ്റേ ക്യാരക്ടർ അല്ലേ? എടാ BGMI ലുള്ള ക്യാരക്ടർ അല്ലേ നിൽക്കുന്നത്? वहीं दूसरी तरफ टीम पायल की बात करें, एक बहुत बेहतरीन एंट्री सर्कल के अंदर, और अभी भी आप देखें पायल उनको डाउन किया गया, रिवाइव करने की कोशिश। मालब्रो वो तैयार हैं, वो बस कोशिश कर रहे हैं कि कैसे भी पायल को समाप्त किया जाए। अगर रिवाइव कर दिए गए तो आप देखिए ऐसे वीडियोस रिकॉर्ड कर सकते हैं, वो हम देख पा रहे हैं। पर ओवरऑल आप ये कैसे जॉनथन के ऊपर, और देखिए टीम जॉनथन उन्होंने ऑलरेडी एक फ्रैग निकाल दिया था फेस। मालब्रो उनको भी डाउन किया गया, घायल टाइगर HP बहुत ज्यादा कम है। डायनामो इकलौते आप खिलाड़ी कह सकते हैं कि वो यहाँ पर बचे रहेंगे, फेस पे उनको डाउन किया गया। जी नहीं, वो इंजीनियर थे जिनको समाप्त कर दिया गया, और अब सामने से आते हुए दो खिलाड़ी डायनामो, वो आखिरी खिलाड़ी। Guys, Jonathan just killed us. ഹോട്ടലിന്റെ ടീമിൽ എന്നെ കേട്ടിട്ട് അവൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നവളാണ്. ഗൈസ് ഈവന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഹോസിന് ചിക്കൻ അടിച്ചാൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല ഞാൻ ചോദിച്ചല്ലേ ഗൈസ്, മോട്ടലിന്റെ ടീമിൽ കയറാൻ താല്പര്യമില്ലാന്നിട്ട് നീ കേറിക്കോ എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. 4 വട്ടം ജീവിതത്തിൽ 5-6 വട്ടം ഇങ്ങോട്ട് പറയും അവര് ടീമിലെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരാളെയല്ലേ നഷ്ടം. നല്ലൊരു എന്നിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. എന്നോട് മര്യാദക്ക് കയറാൻ പറഞ്ഞത്. ഇവന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചെയ്യും, നമുക്ക് നീ ഒരു കാര്യം ചെയ്യും, നീ എന്തായാലും നന്നായിട്ട് കളിക്കില്ല, അവരുടെ കൂടെ കയറി ആ ടീമിനെ ജയിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടതാണ്, പക്ഷെ അവര് സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്റെ ഭാഗ്യം കൊണ്ടും ശരിയാണ്, ഭാഗ്യം ഉണ്ടാവുകൊണ്ടായിരിക്കാം. ഗായ്സ്, അപ്പോൾ ഈവന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 8-bit ബീസ്റ്റിന് എന്താണ് പറയാനുള്ളത് ചോദിക്കാം. എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ട് ആർക്കും ഒന്നും കിട്ടാണ്ട് പോയ വിഷമം. നമ്മുടെ നാട്ടിലേക്ക് നമ്മള് കുറച്ച് സാധനം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാ നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പോയിട്ടില്ല. അത് ഇപ്രാവശ്യം നമ്മള് സെറ്റ് ആക്കി. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന മോട്ടിവേഷൻ അവളുടെ അതിന്റെ പിന്നിൽ. സത്യം
അത് നീ മനസ്സിലാക്കണത് ഷെയർ തരണം. നിനക്ക് ഇത്ര വൈകി ഇത് അവള് കാണുമ്പോ അവൾക്കുള്ളതാണ് വെള്ളതല്ല. അവൾക്കുള്ളതാ. സത്യം പറഞ്ഞാൽ അവൾ കളിച്ചു എനിക്ക് മോട്ടറിനെ ക്യാരി ചെയ്തവളാ. അതാ അല്ലേ ഗൈസ്? ഗപ്പൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെന്താ സാധനം? ഇതൊരു മെമ്മിൻഡോ പോലെ ഒരു സെറ്റപ്പ് ആയിട്ടോ സാംസങ്ങിന്റെ. ഓ നിനക്ക് 2 ഉണ്ടോ? അത് ഗുഡ്. എന്നാൽ കൂടി പിടിച്ചോ. 4 പോർട്ടറാ. എന്റെ മൂഞ്ചി പോലെ ഇരിക്കും ചിലപ്പോ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു കേട്ടാ. ചലഞ്ചാണ്. അവരുടെ ഇടയിൽ പോലെ ഡാൻസ് കളിക്കാം. എനിക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണ്. ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ഗൈസ് നോക്കിക്കേ, ഒരു കിണ്ടിയും കാണുന്നില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അയ്യോ, ഡൽഹിയിൽ മൂടൽമഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എത്ര ഇവിടെ 3 മണിയാണെന്ന് തോന്നണു. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. നമ്മുടെ ബസ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉത്സവം നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് റൂമിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യാനുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എനിവേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും റൂമിൽ ചെന്ന് അൺബോക്സ് ചെയ്യാം. പുക വരുന്നുണ്ടോ വായിക്കൂടെ? ഗൈസ് ബൈ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പരിപാടിയൊക്കെ തീർത്ത് നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ട്. S24 Ultra നമ്മൾ പ്ലെയിനിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്ത് അത് അധികം താമസിയാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.